നബിദിന റാലി കാണാൻ കുടുംബസമേതം ഞങ്ങൾ രാവിലെ കലയപുരം ജംഗ്ഷനിലേക്ക് പോയി. അമ്മുവും സജ്നായും സവ്യാമച്ചയും പൊടിമോളും ഒക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഷീജ മാമയുടെ ഉപ്പള മാമയുടെ ഒക്കെ വീട്ടിൽ കയറി അവിടെ നിന്ന് എല്ലാവരെ കൊണ്ട് നമ്മൾ നേരെ റസിയ മാമയുടെ വീട്ടിൽ വന്നു. പിള്ളേർക്ക് കൊടുക്കാനുള്ള മിഠായികളൊക്കെ തയ്യാറായിരുന്നു. കൃത്യം 7:30 മണിയോടുകൂടി മദ്രസ കുട്ടികളും ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരും കുഞ്ഞു മക്കളും എല്ലാം റാലിയിൽ പങ്കെടുത്തു. കുഞ്ഞുങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടാ. അവർക്ക് കൈയും അതുപോലെ തന്നെ കവറും മനസ്സും നിറയെ ബിസ്ക്കറ്റുകളും മുട്ടായികളും ജ്യൂസുകളും ഒക്കെ കിട്ടും. റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ജാതിഭേദമന്യേ വിതരണം ചെയ്യും. ഇതൊരു നാടിന്റെ ആഘോഷമാണ്. ഞങ്ങളെല്ലാം ഓരോ വർഷവും കാത്തിരിക്കുന്ന ആഘോഷമാണ് നബിദിനം. നെറ്റിക്കുന്ന് മുസ്ലിം ജമാഅത്തിൽ നിന്നും കൊല്ലായിൽ LPS ജംഗ്ഷൻ വരെയുള്ള റാലിയിൽ പങ്കെടുക്കുന്നവർക്കും കൂടുന്നവർക്കും അതുവഴി ട്രാവൽ ചെയ്യുന്നവർക്കും കാറുകളിലും ബസ്സുകളിലും ഒക്കെ പോകുന്ന ട്രാവലേഴ്സിനും ഒക്കെ പായസവും മിഠായും വിതരണം ഒക്കെ ചെയ്യാറുണ്ട്. കലയപുരവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാ നാട്ടുകാരും ഈ ഒരു ദിനത്തിൽ ഒരുമിച്ച് കൂടാറുണ്ട്. മിഠായിക്കും ബിസ്ക്കറ്റിനും ജ്യൂസുകൾക്കും അതുപോലെ തന്നെ പായസത്തിനും ഒക്കെ പുറമെ പള്ളിയിൽ നിന്ന് ബിരിയാണി നമുക്ക് കിട്ടും. നല്ല ഒന്നാന്തരം പോത്ത് ബിരിയാണി. അത് നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി ചേർന്നാണ് അത് പൊതിയാക്കുക. കലയപുരം പൗരസമിതി വക സ്വീറ്റ്സിന്റെ വലിയൊരു ഷെയർ തന്നെ നമുക്കും കിട്ടി. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടാ. ചെറുപ്പക്കാരെല്ലാം ചേർന്നാണ് ബിരിയാണി പൊതി കെട്ടുന്നത്. പള്ളിമുറ്റത്ത് പ്രവേശിക്കുന്ന എല്ലാവർക്കും ജാതിഭേദമന്യേ ഈ ഒരു സ്നേഹപ്പൊതി ലഭിക്കും. ഈ ഒരു ബിരിയാണി കോരുന്നതും അത് പാക്ക് ചെയ്യുന്നതും ഒക്കെ കലയപുരത്തിന്റെ സ്വന്തം യങ്സ്റ്റേഴ്സ് ആണ്. സ്നേഹപ്പൊതികൾ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് കഴിക്കാനുണ്ടായത്. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. പള്ളിയിൽ നിന്നും കിട്ടുന്ന ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എല്ലാവർക്കും? എല്ലായിടത്തും നബിദിന ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാവരും ആഘോഷിച്ചോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.